വീട്ടിലൊരു പാർട്ടി നടത്തി വൈബ് ചെയ്യുകയായിരുന്ന രോഹനോട് അവന്റെ മുൻകാമുകി കനി സൂയിസൈഡ് ചെയ്തെന്ന് ഫ്രണ്ട് പറഞ്ഞു. കുറച്ചു കാലമായി അവളുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത അവളുടെ വീട്ടിലേക്ക് പിറ്റേ ദിവസം തന്നെ അവൻ പോയി. കനിയുടെ റൂമിൽ കയറി അവളുടെ ഓർമ്മയ്ക്കായി അവനൊരു ക്ലിപ്പ് എടുത്ത് തിരിച്ചു തന്റെ വീട്ടിലേക്ക് എത്തി ഉറങ്ങാൻ കിടന്നതും അവിടെ എന്തൊക്കെയോ അബ്നോർമലായി സംഭവിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഐസ്ക്രീം കഴിക്കുന്നതിനിടെ അതിന്റെ അടപ്പ് തനിയെ തെരുക്കുകയും അതെടുക്കാൻ കുനിഞ്ഞ ഇവനെ ഒരു അദൃശ്യ ശക്തി തലങ്ങും വിലങ്ങും എടുത്തിട്ടടിച്ചു. അതിനിടയിൽ ചിലങ്കയുടെ ശബ്ദവും കേട്ടതോടെ ഇത് സൂയിസൈഡ് ചെയ്ത കനിയുടെ പ്രേതമാണെന്നും അത് തന്നോടുള്ള ദേഷ്യം തീർക്കുകയാണെന്നും അവൻ കരുതി. അങ്ങനെ കനിയുടെ അയൽക്കാരനായ വലിയൊരു മന്ത്രവാദിയായ പോറ്റിയുടെ മകൻ മധുവിന്റെ അടുത്ത് അവൻ എത്തുകയും തന്നെ സഹായിക്കണമെന്നും പറഞ്ഞു. എന്നാൽ തൽക്കാലം പേടിക്കാനൊന്നുമില്ലെന്നും മരിച്ച് 16 ദിവസം കഴിഞ്ഞ് അവളുടെ ആത്മാവി ലോകം വിട്ടു പോകുമെന്നും പറഞ്ഞ് അയാൾ അവനെ ആശ്വസിപ്പിച്ചു. 16 ദിവസം കഴിഞ്ഞതും പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചെന്ന് കരുതി അവൻ വീട്ടിലൊരു പാർട്ടി നടത്തുകയും കനിയുടെ അനിയനെ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ ബാൽക്കണിയിൽ നിന്നും അവനെ തൂക്കിയെടുത്ത് നിലത്തേക്കിട്ട് പ്രേതം വീണ്ടും തന്റെ വരവറിയിച്ചു. പക്ഷേ ഇത്തവണ അവന് പ്രേതത്തിന്റെ രൂപം കാണാൻ സാധിച്ചു. അതൊരു പുരുഷന്റേതാണെന്ന് വ്യക്തമായതോടെ തന്നെ ഉപദ്രവിക്കുന്നത് കനിയല്ലെന്നും അവളുമായി ബന്ധമുള്ള മറ്റാരോ ആണെന്നും അവന് മനസ്സിലായി. അങ്ങനെ കനിയെക്കുറിച്ചും അവളുടെ ആൺസുഹൃത്തുക്കളെ കുറിച്ചുമൊക്കെ നടത്തിയ അന്വേഷണത്തിൽ ഒരു ചെറുപ്പക്കാരൻ കുറച്ചു കാലം മുന്നേ അവളെ ഇടയ്ക്കിടെ സ്റ്റോക്ക് ചെയ്യാറുണ്ടായിരുന്നെന്ന് അവളുടെ കൂട്ടുകാരി പറഞ്ഞു. അങ്ങനെ അവരുടെ അന്വേഷണം ഫിലിപ്പ് എന്ന പേരുള്ള ആ ചെറുപ്പക്കാരന്റെ പിറകെയാവുകയും കനിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന ഫിലിപ്പിന്റെ അമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ആ വീട്ടിൽ കയറി റൂമുകൾ പരിശോധിക്കുന്നതിനിടെ ഇവനെ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. കുറെ മാസങ്ങൾക്ക് മുമ്പ് രോഗം ബാധിച്ച് മരിച്ച ഫിലിപ്പിന്റെ ശവശരീരമായിരുന്നത്. തന്റെ മകന്റെ ആഗ്രഹപ്രകാരം അത് മറവ് ചെയ്യാതെ കാലങ്ങളായി ഇവിടെ തന്നെ സൂക്ഷിക്കുകയായിരുന്നു അവന്റെ അമ്മ. അതിന്റെ കാലിൽ കിടക്കുന്ന കനിയുടെ ചിലങ്കയും റൂമിലെ അവളുടെ ഫോട്ടോയും ആഭരണങ്ങളും ഒക്കെ കണ്ട ഇവനോട് ഫിലിപ്പിന് കനിയെ ഭയങ്കര ഇഷ്ടമായിരുന്നെന്നും അവളുടെ ഈ സാധനങ്ങളൊക്കെ താനാണ് ഇവിടെ കൊണ്ടുവച്ചതെന്നും രോഗം ബാധിച്ച് മരിക്കാൻ പോവുകയായിരുന്ന അവനെ കനിയുടെ ഈ ചിലങ്കകളാണ് കുറച്ചു കാലമെങ്കിലും പിടിച്ചു നിർത്തിയതെന്നും അവന്റെ അമ്മ പറഞ്ഞു. കനിയുടെ സാധനങ്ങൾ എടുക്കുന്നവരെയോ അവളെ വിഷമിപ്പിക്കുന്നവരെയോ ഇവൻ വെറുതെ വിടില്ലെന്നും അവർ പറഞ്ഞതോടെ ചിലങ്ക ധരിച്ച് തന്നെ ഉപദ്രവിക്കുന്ന പ്രേതം ഫിലിപ്പാണെന്നും അന്ന് കനിയുടെ റൂമിൽ നിന്നും ആ ക്ലിപ്പ് എടുത്തതുകൊണ്ടാണ് അത് തന്റെ പിറകെ കൂടിയതെന്നും റോഹന് മനസ്സിലായി. ആ സമയം കൊണ്ട് തന്നെ അവിടെ എത്തിയ മധു ഈ ചിലങ്കയാണ് ഫിലിപ്പിന്റെ ആത്മാവിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നതെന്നും അത് അഴിച്ചു മാറ്റിയാൽ അവന് മുക്തി ലഭിക്കുമെന്നും പറഞ്ഞ് അത് അഴിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഉടനെ തന്നെ ഇവനൊരു കത്തിയെടുത്ത് അതിന്റെ കാല് മുറിച്ച് തീയിലേക്ക് ഇട്ടതോടെ ആത്മാവിന് ശാന്തി ലഭിച്ചു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് അവൻ തിരിച്ച് US പോകാൻ പെട്ടി പാക്ക് ചെയ്തപ്പോഴാണ് ബെഡ്റൂമിലായി അവനെയും കാത്തിരുന്ന അടുത്ത സർപ്രൈസ് അവൻ കണ്ടത്.